ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഇക്കാക്ക കുറച്ച് ഫിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും അല്ല, അങ്ങനെ മീൻ വാങ്ങുന്ന ദിവസങ്ങളിലൊക്കെ രാത്രി ഇക്കാക്ക ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരുവേ. അപ്പോൾ ഈ ഒരു മീനാണ് കേട്ടോ ഇന്നലെ കൊണ്ടുവന്നത്. ഷീലാവ് എന്നാണ് കേട്ടോ ഇവിടെയൊക്കെ പറയുന്നത്. നിങ്ങളവിടെ വേറെ ഏതെങ്കിലും പേര് പറയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മീൻ മുറിക്കണതിൻ്റെ ABCD അറിയില്ലായിരുന്നു കേട്ടോ. മീൻ മുറിക്കാനൊക്കെ പഠിച്ചത് ഈ അടുത്താണ്. ആർക്കും നമ്മളൊന്നും വിട്ടുകൊടുക്കരുതല്ലോ. നമുക്കിപ്പോൾ പഠിക്കാനായിട്ട് എന്തായാലും ബുദ്ധിമുട്ട്. വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ ഞാൻ മീൻ മുറിക്കാൻ പഠിച്ചത്. ഫസ്റ്റൊക്കെ എനിക്ക് ഫിഷിൽ കൈയിടാനും ഇറച്ചിയിലൊക്കെ കൈയിടാനൊക്കെ ഭയങ്കര ഒരു മാതിരത്തൊരു അറപ്പെന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം അങ്ങനെ ഇതുപോലത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ മുറിക്കാനായിട്ട് ഇപ്പം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശീലാവ് മുറിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അതിൻ്റെ തല അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ചിറകെല്ലാം വെട്ടി ചെതമ്പലും കളഞ്ഞെടുത്താൽ മതി കേട്ടോ. പിന്നെ ഉപ്പിട്ട് ഞാൻ കഴുകും. ഞാൻ കുറച്ചധികം പ്രാവശ്യം കഴുകും കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ ഫിഷെല്ലാം ഡിവൈഡ് ചെയ്ത് കറി വെക്കാനുള്ളതും ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ വീട്ടിലിപ്പോൾ ഞാനും ഇക്കാക്കയും ബേബീസും മാത്രം ഉള്ളതുകൊണ്ട് നമുക്കധികം ഫിഷ് വരുമല്ലോ കേട്ടോ. ഫിഷിൻ്റെ ആവശ്യമില്ല. മീൻ കറി വെക്കാനും പിന്നെ നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യാനുള്ളതും പിന്നെ നാളത്തേക്കുള്ള കുറച്ച് ഞാൻ ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഒന്ന് കുളിക്കാൻ പോയി. മീനൊക്കെ നന്നാക്കാനുള്ള ദിവസം ഞാൻ കുളിക്കണതിന് മുന്നേ അതെല്ലാം ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വന്നുമ്പോൾ നമുക്ക് പണി എളുപ്പമാണ്. വേഗം അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് വന്നാൽ വേഗം കറിയൊക്കെ ആക്കാം. അപ്പം ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് മീൻ മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഈസിയാണ്, പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചട്ടി ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളിയും ഉള്ളിയും കുറച്ച് അധികം വേണവേ. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി. ചതച്ചിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഒരു തക്കാളി അടിച്ചതും കൂടി ചേർക്കുക. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ കൊടുമ്പുളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഒരു ഇച്ചിരി അധികം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ആ പൊടികളുടെ ഒരു പച്ച കുത്തൊക്കെ മാറി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്ത് ആ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങളും ഇട്ട് നല്ല സിമ്മിൽ വെച്ച് ഒന്ന് കുറുക്കി എടുക്കാവേ. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ചധികം കറിവേപ്പിലയും കൂടി കൈവച്ചിങ്ങനെ നെരടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ കറിവേപ്പിലേൻ്റെ ടേസ്റ്റും കൂടി ഇറങ്ങിയിട്ട് നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വെച്ച് നോക്കണേ. എന്നിട്ട് ഒന്ന് കമൻസിലൂടെ അറിയിക്കാം. അങ്ങനെ മീൻ മുളകിട്ടും വെച്ചിട്ടുണ്ട്. കുറച്ച് ഫിഷ് ഫ്രൈയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നാളെ കാണാം കേട്ടോ. ബൈ.